ഇനി മേരി ബുദ്ധിപൂർവ്വം ബുദ്ധി കൂടി ആവാനായിരിക്കും സംസാരിക്കാം. എന്നതാണ് വാൽക്കുരങ്ങോ? വാൽക്കുരങ്ങ്. അതെ, മുറിഞ്ഞു പോയ വാലിന്റെ അകത്ത് കുരങ്ങനാണ് വാൽക്കുരങ്ങ്. ബുദ്ധിയുണ്ട്. കൊള്ളാം, കൈയോട് ഒത്തി കൊള്ളാം. പക്ഷെ അത് തണ്ട. അല്ലേ, നമുക്ക് പ്രേമത്തിലേക്ക് എത്തിയ ഒരു വഴി ഒന്ന് പറഞ്ഞേ. വഴി കടവന്ത്ര വഴിയാ. ഈ ജാതി ഫലിതങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒരു അലവലാതി കുട്ടിയെ വേണം. ഞാനെങ്ങനെ സത്യമായിട്ട് പറഞ്ഞു, അലവലാതി കുട്ടികളെ ഒന്നും അവരെടുക്കില്ല. കണ്ട അലവലാദികളും വായി നോക്കികളൊക്കെ ഉടുത്തൊരുങ്ങി അവിടെ നിൽക്കുന്നുണ്ടാവും. അല്ല, ഞാൻ അലവലാതി അല്ലല്ലോ മോളെ, അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ചോദിച്ചു. ഏതായി അലവലാതി? ഞാൻ വെറുതെ പറഞ്ഞതാ. നല്ല സുന്ദരി കുട്ടികള്, അത് മേക്കപ്പ് ഇല്ലാത്ത നല്ല അടിപൊളി സെൽഫികൾ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് വേണ്ട, ഈ ഫിഗർ ശരിയാവില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞ സെൽഫികൾ കുറെ എടുത്ത് അയച്ചു കൊടുത്തു. പക്ഷെ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം. മത്സരം? അതെ, ഒരടിക്കുറിപ്പ് കൂടി വേണം. വെളുക്കാൻ തേച്ചത് പാണ്ടായി. പിന്നെ ഡാൻസ് കളിക്കാൻ പറഞ്ഞു, പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ കല്ലേറും കത്തിക്കുത്തും തിത്തൈ. അതുപോലെ തന്നെ ഡാൻസ് എനിക്ക് ഇഷ്ടമാണ്. വേണം, അത് വേണം. അതില്ലാതെ പറ്റുകയല്ല. അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. സ്കൂളിലൊക്കെ മിക്കവാറും എല്ലാ പ്രോഗ്രാമിനും സ്റ്റേജിൽ കയറി ആൾക്കാരെ ബോറടിപ്പിക്കാൻ. വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ, പിള്ളാരല്ലേ. തിരുവാതിരക്കളി, മോഹിനിയാട്ടം, ഭരതനാട്യം, അങ്ങനെ. തീർന്നില്ല മുതലാളി, വൈകുന്നേരം ഒരു സമാപന സമ്മേളനം കൂടെ ഉണ്ട്. പ്രേമത്തിന്റെ ആദ്യ ഷോട്ട് ഓർമ്മയുണ്ടോ? ആദ്യം ക്യാമറ ഫേസിൽ വെച്ച് ചെയ്ത ഒരു ഷോട്ട്. ഫേസിൽ വെക്കാൻ പറ്റിയിട്ടില്ല ക്യാമറ. അലി എവിടെ പോകുന്നു? ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട, അകത്ത് നിന്നോളൂ. പുതിയ രോഗികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാനാ. ഇപ്പൊ ഇവിടെയുള്ള രോഗിയുടെ കാര്യം ശ്രദ്ധിക്കൂ. നിവിന്റെ ഫാനാണോ? ആണോ? ബജാജ് ഫാൻ ഇഷ്ടം, അതാണ് കുറച്ചും കൂടി സ്പീഡ് കൂടുതൽ. ഞങ്ങൾ അധോലോകക്കാർ കോമഡി അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. ആരെങ്കിലും ഒരു കോമഡി പറഞ്ഞാൽ അവന്റെ ഒരു കൈ ഞങ്ങൾ വിട്ടു. ബജാജ് ഫാൻ ഇഷ്ടം, അതാണ് കുറച്ചും കൂടി സ്പീഡ് കൂടുതൽ. വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് മതി. ഹിറ്റായെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. കാരണം എപ്പോഴും ഞങ്ങൾ കേൾക്കണ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാ. ഒരു മിനിറ്റ്, ചേട്ടാ പടം കണ്ടിട്ട് സൂപ്പർ. ലോ ക്ലാസ്സിനും ഓക്കെ. ഇനിയിപ്പോ ഒരു ദിവസം നൈസായിട്ട് അവരുടെ കൂടെ സിനിമ കാണാൻ പോടുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ്, എന്റെ അളിയൻ, അവരൊക്കെ ഇങ്ങനെ പർദ്ദയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുടി പരമാവധി കെട്ടിവെക്കും. ഇവിടെ വന്നപ്പോഴും കെട്ടിവെച്ചേക്കണതായിരുന്നു. ഇവള് നമ്മളെക്കാളും തറയടാ. ശരിക്കും സന്തോഷാണ്. പക്ഷെ മറ്റുള്ളവരുടെ അട്രാക്ഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ കാര്യങ്ങളിലേക്ക് തിരിയുമ്പോ ഒരു ചെറിയ പ്രശ്നം. അയ്യോ, തള്ളരുത്. ഇന്നാള് തള്ളരുത്, ഞാൻ നോട്ട്. ടിക്കറ്റ് കിട്ടാൻ കംപ്ലൈന്റ് ഉണ്ട്. കാണാം നമുക്ക്. ഇന്നാള് തള്ളിയിട്ട് കുണ്ടിയും കുത്തി കാണത്തില്ലെന്ന് തോന്നില്ല. മേരീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മലയാളികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് മേരീനെ. തോന്നിയോ? ആൾക്കാരുടെ ഇടപെടലൊക്കെ എങ്ങനെയാണ് ഇപ്പം? അടിപൊളിയാണ്. ആൾക്കാർക്ക് മേരി എന്ന് പറയുന്നത് പ്രത്യേക അതാണ്. ചാളയില്ലാതെ വാള കിട്ടൂലേ? ആ ഒരു ഇതാണ് ഞാൻ. മേരിന്റെ ശരിക്കുള്ള പേരോ ഉണ്ട് നിങ്ങൾക്ക്? ഞാൻ ചുമ്മാ ഇങ്ങനെ വിളിച്ചാണ് ചാളമേരി. അതൊന്നും നല്ല പേര്. ഒറിജിനൽ പേരെന്ന് പറഞ്ഞു മേരി. അനുപമ പരമേശ്വരൻ. അന്വേഷിക്കുമ്പം ചാളമേരി തന്നെ അന്വേഷിച്ചാ മതി. ഇവിടെ വേറെ കുറെ അലവലാതി മേരികളുണ്ട്. ചാളമേരി കണ്ടോ സാർ? അതാണ് ഈ നായികയുടെ യഥാർത്ഥ പേര്. അവരുടെ സ്വന്തം പേരിലേക്ക് തിരിച്ചു പോകാൻ പറയൂ. ചാളമേരി. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ഈ പേരുണ്ടായിട്ടാണോ